നടുവിലേക്കൂറ്റ് കുടുംബയോഗത്തിന്റെ 2025 സംസ്ഥാനതല സമ്മേളനം ചിറ്റാരിക്കാലിൽ നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. നടുവിലേക്കൂറ്റ് കുടുംബയോഗത്തിന്റെ 2025 സംസ്ഥാനതല സമ്മേളനം ചിറ്റാരിക്കാലിൽ നടന്നു. മലബാർ സോണിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. നടുവിലേക്കൂറ്റ് കുടുംബ സംഗമത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ് നാം ഓരോരുത്തരും സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങളുടെ നല്ല എല്ലാവരുടെയും കുടുംബ യോഗത്തിൻ്റെ പേജുകളും കവർ പേജുകളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള അതിപ്രഗത്ഭന്മാരുടെയൊക്കെ ഫുൾ സ്കാപ്പ് പേജ് ഫോട്ടോ ആയിട്ട് വരും. അതേസമയം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ കുറേ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പേരുദോഷങ്ങളും ഒക്കെയുള്ള മനുഷ്യരുകളുണ്ട്. 42 തലമുറകളിൽ എണ്ണി നോക്കിയാൽ 31 എണ്ണവും പിഴവെട്ടതുങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചൂടില്ലാത്ത മര്യാദകെട്ടവന്മാർ, സർവ്വ തോന്നിയാസവും പോക്കരിത്തരത്തിനും കൂട്ടുനിന്നവന്മാരാണ്. അതിനകത്ത് 4 സ്ത്രീകളെ കുറിച്ച് പറയുന്നു. പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായം കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മളതിൻ്റെ അർത്ഥവും മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിന് അത് പ്രസക്തമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് സുവിശേഷത്തിൽ പ്രസക്തമായ ഒരു ചിന്തയായതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായി അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നടുവിലേക്കൂറ്റ് കുടുംബത്തിൻ്റെ ആസ്ഥാനമായി മലബാറിൽ കരുതപ്പെടുന്നത് തോമാപുരത്ത് നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനങ്ങളും ഈ ഇടവകയ്ക്ക് നൽകുന്ന വലിയ പിന്തുണയെയും, അത് പറയേണ്ടയാൾ നമ്മുടെ വികാരിച്ചനാണ് എങ്കിലും ഇവിടെ വികാരിയാകുന്നതിന് മുമ്പ് നിങ്ങൾ നടുവിലേക്കൂറ്റ് കുടുംബക്കാരെ എനിക്ക് ഇവിടെ പരിചയം. മലബാർ സോൺ മുഖ്യ രക്ഷാധികാരി ഫാദർ ടോമി നടുവിലേക്ക് സ്വാഗതം പറഞ്ഞു. മാതൃകുടുംബത്തിൽ നിന്നും ധാരാളം കുടുംബങ്ങൾ ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കും എത്തിച്ചേർന്നു. അങ്ങനെ 2 നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ക്രൈസ്തവ സഭാ പാരമ്പര്യങ്ങളിലെ കുടുംബ കൂട്ടായ്മയുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നടുവിലേക്കൂറ്റ് കുടുംബങ്ങളുടെ സമ്മേളനം എന്ന ഒരു ആശയം രൂപം കൊണ്ടു. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ ആദ്യത്തെ നടുവിലേക്കൂറ്റ് കുടുംബയോഗം നടന്നു. പിന്നീട് അത് വളർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നടുവിലേക്കൂറ്റ് കുടുംബങ്ങളെ ഒന്നിച്ചു ചേർത്ത മലബാർ സോൺ പ്രസിഡന്റ് എം പി ജേക്കബ് ആമുഖപ്രഭാഷണം നടത്തി. സെൻട്രൽ സോൺ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. തോമാപുരം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിലേറെ നന്മയും ദൈവീകതയും സൂക്ഷിക്കുന്ന നടുവിലേക്കൂറ്റ് കുടുംബം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ വൈദികരാൽ, സന്യസ്തരാൽ സമ്പന്നമായ ശ്രേഷ്ഠരായ അൽമായ സഹോദരീ സഹോദരന്മാരുടെ നേതൃത്വത്താൽ സമ്പന്നമായ ഈ നടുവിലേക്കൂറ്റ് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും കുടുംബയോഗത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മയും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഇതിനോട് ചേർത്ത് വെച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടുംബം എന്നാൽ സഭയുടെ അടിസ്ഥാന ഘടകമാണ്, സമൂഹത്തിൻ്റെതാണ്. സ്നേഹത്തോടെ 2005 ഏപ്രിൽ ആണ്. ഇന്നത് വർഷം തോറും 3 സോണുകളിലായി മാറി മാറി നടത്തപ്പെടുന്നു. നമ്മുടെ കുടുംബയോഗത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമുണ്ട്. ഇന്ന് അതിന് 3-4 വരുന്നയോ അതിന് ശേഷമുള്ള ഈ 10 വരുന്നയോ നാം
യുവ തലമുറയിലും നമുക്ക് ഈ പോയിരിച്ച് ചരിത്രപുസ്തകത്തിൽ പക്ഷേ അന്നത്തെ പോലെ വീണ്ടും പുസ്തകമായിട്ട് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കാൻ തോന്നുന്നു. കാരണം ഓരോ വർഷവും നടക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലെ വളർച്ചയെല്ലാം നമുക്ക് ഇനി പുസ്തകത്തിൽ നടത്തി ഫാദർ അഗസ്റ്റിൻ നടുവിലേക്കൂറ്റ്, ഫാദർ ബിനോയ് ശാസ്താംപടവിൽ, ജെയിംസ് ജോസഫ്, ഫാദർ തോമസ് വട്ടമല, ഫാദർ മാത്യു നടുവിലേക്കൂറ്റ്, ഫാദർ ജോസ് നടുവിലേക്കൂറ്റ്, ഫാദർ ജെയ്സൺ നടുവിലേക്കൂറ്റ്, ഫാദർ ജോം കിഴക്കരക്കാട്ട്, ഫാദർ ജിയോ പുളിക്കൽ, അലക്സ് ടോം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടുവിലേക്കൂറ്റ് കുടുംബചരിത്രത്തിന്റെ നാടകാവിഷ്കാരം, അനുഗ്രഹീത കുടുംബം, മെഗാ സ്റ്റേജ് ഷോ, കലാപരിപാടികൾ എന്നിവ നടന്നു. കൊച്ചുപാപ്പൻ എന്നൊരു മനുഷ്യൻ മലബാറിലേക്ക് കുടിയേറി. അദ്ദേഹം പയ്യന്നൂർ മുതൽ കാൽനടയായി ചിറ്റാരിക്കാലിലേക്ക് വരികയാണ്. വരുന്ന വഴികളൊന്നുമില്ല, കാട്ടുകട വേണം പോരാൻ. വിശന്ന് കുടിക്കാൻ വെള്ളമില്ലാതെ വലഞ്ഞ് നടന്നപ്പോൾ ഒരു വീട് കണ്ടു. ആ വീട്ടിനുള്ളിൽ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നയാളുമായി കയറി. ആരാണെന്ന് ഞാൻ മറന്നുപോയി, കൂടെയുള്ളത്. വിശന്നിങ്ങനെ അവർ നോക്കിയപ്പോൾ ഉറി എന്നാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. അതിനകത്ത് മുഴുവൻ കഴിച്ചു. അത് രണ്ടുപേരും കൂടി. എന്നിട്ട് മുറ്റത്തിറങ്ങി നിന്നപ്പോൾ ഇതാ ഒരു ചേട്ടത്തി കൊച്ചിനെ കൊണ്ട് വരുന്നുണ്ട് പതുക്കെ. അപ്പോൾ കൊച്ചുപാപ്പൻ നല്ല വാചാലതയും നല്ല ചിരിക്കാനും ഒക്കെ വശമുള്ള ആളായതുകൊണ്ട് പുള്ളി ഈ സ്ത്രീ മുറ്റത്ത് കയറുന്നതിന് മുമ്പ് തന്നെ ഇനി അരിയുണ്ടോ ഇരിപ്പ് ചേച്ചിയെ എന്ന് ചോദിച്ചു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.